ഗുണ്ടാ കുടിപ്പകയ്ക്ക് പലതവണ സാക്ഷിയായിട്ടുണ്ട് തലസ്ഥാന നഗരം. അടിയും തിരിച്ചടിയും കൊല്ലും കൊലയും അരങ്ങേറുന്ന നാട്ടിൽ പോലീസ് പലപ്പോഴും നോക്കുകുത്തിയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഈഞ്ചക്കലിലെ നിശാ ക്ലബിൽ ഓംപ്രകാശിന്റെയും എയർപോർട്ട് സാജന്റെയും സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയതിന് പിന്നാലെ അതീവ ജാഗ്രതയിലാണ് പോലീസ്. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകുമെന്നാണ് പോലീസ് റിപ്പോർട്ട്. കേസിൽ 10ഓളം പേർ അറസ്റ്റിലായെങ്കിലും അവിടെ സംഘടിച്ചെത്തിയ മറ്റാളുകളെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഡാൻസ് ബാറിലെ DJ പാർട്ടി നടത്തിപ്പ് സാജന്റെ മകൻ ഡാനിയെ ഏൽപ്പിച്ചതിൽ ഓംപ്രകാശിന്റെ സംഘത്തിന് എതിർപ്പുണ്ടായിരുന്നുവെന്നാണ് വിവരം. ഒരിടവേളയ്ക്ക് ശേഷം തലസ്ഥാന നഗരം വീണ്ടും ഗുണ്ടാഭീതിയിലാവുകയാണ്. ഡാൻസ് ബാറിലെ ഏറ്റുമുട്ടലിന്റെ തുടർച്ച വൈകാതെ ഉണ്ടായേക്കാമെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഓംപ്രകാശിന് മർദ്ദനമേറ്റ രാത്രിയിൽ തന്നെ എയർപോർട്ട് സാജന്റെ വീട്ടിലും ഓംപ്രകാശിന്റെ സംഘാംഗങ്ങൾ എത്തിയിരുന്നു. വർഷങ്ങളോളം ഒരുമിച്ചുണ്ടായിരുന്ന പ്രകാശും സാജനും ഏതാനും വർഷം മുമ്പാണ് തെറ്റിപ്പിരിഞ്ഞത്. ഡാൻസ് ബാറിലെ DJ പാർട്ടി നടത്തിപ്പ് ബാറുടമ സാജന്റെ മകൻ ഡാനിക്ക് കൈമാറി. ഓംപ്രകാശിന്റെ അടുത്ത സുഹൃത്തായ നിതിനും ഇതിൽ താല്പര്യമുണ്ടായിരുന്നു. അത് ലഭിക്കാത്തതാണ് ബാറിലെ സംഘർഷത്തിലേക്ക് നയിച്ചത്. ഡാനിയുടെ DJയെ പറ്റി ഓംപ്രകാശിനും നിതിനും ഒപ്പമുള്ളവർ മോശമായി സംസാരിച്ചതായിരുന്നു സംഘർഷങ്ങളുടെ തുടക്കം. പിന്നീടത് കയ്യേറ്റത്തിലെത്തി. ഡാനിക്ക് മർദ്ദനമേറ്റ വിവരമറിഞ്ഞ് എയർപോർട്ട് സാജനും കൂടുതൽ പേരും സംഘടിച്ചെത്തിയതോടെയാണ് കൂട്ടയടിയായത്. നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇരുവരുടെയും സംഘാംഗങ്ങൾ അക്രമത്തിന് തയ്യാറെടുക്കുന്നതായി പോലീസ് പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.